വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? എപ്പോഴത്തേക്കായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക? വിശദാംശങ്ങൾ. കാളിദാസ്, നിലവിൽ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം പുറത്തു വന്ന DNA പരിശോധനാ ഫലം തന്നെ പോസിറ്റീവാണ്. മൃതദേഹം അർജുൻ്റേത് തന്നെയാണ്. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച മൃതദേഹം അർജുൻ്റേത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഒരു 2 മണിക്കൂറോളം നിയമ നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും DNA പരിശോധനാ ഫലം മെയിലായി ഔദ്യോഗികമായി പേപ്പറിൽ ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട ചില നടപടികളുമുണ്ട്. ഈ പ്രൊസീജിയറുകളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ ഏതാണ്ട് 2 മണിക്കൂറുകളാണ് എടുക്കുക എന്നാണ് ഔദ്യോഗികമായി ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ അഷ്റഫ് MLA-യും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 4:30 അല്ലെങ്കിൽ 5 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിലേക്ക് പുറപ്പെടും. നിലവിൽ കാർവാർ മെഡിക്കൽ കോളേജിലാണ് അർജുൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്നലെ അവിടെ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടവും. മൃതദേഹ ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം കാർവാർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് ഹൂബ്ലിയിലെ ലാബിലേക്കാണ്. കുറച്ചുകൂടി വേഗത്തിൽ DNA പരിശോധനാ ഫലം നടത്തണം, അല്ലെങ്കിൽ DNA പരിശോധന വേഗത്തിലാക്കണമെന്ന് കേരളത്തിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൂബ്ലിയിലെ ലാബിലേക്ക് പരിശോധന മാറ്റിയത്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ DNA പരിശോധനാ ഫലം വരികയും ചെയ്തു. ഇനി ജില്ലാ ഭരണകൂടം ഏർപ്പാടാക്കിയിട്ടുള്ള മൊബൈൽ ഫ്രീസർ അടക്കമുള്ള ആംബുലൻസ് അവിടെ സുസജ്ജമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. ഇവരുടെ അകമ്പടിയോടുകൂടി ആയിരിക്കും മൃതദേഹം അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ കാർവാർ MLA ആയ സതീഷ് കൃഷ്ണ സെയിലും കൂടി അർജുൻ്റെ മൃതദേഹത്തിന് അകമ്പടി ആയിട്ടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അർജുൻ്റെ ലോറി കണ്ടെത്തിയതായ വാർത്തകൾ വന്നപ്പോൾ തന്നെ അർജുൻ്റെ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും താനും ആ മൃതദേഹത്തോടൊപ്പം അർജുൻ്റെ വീട് വരെ പോവുകയും കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്യുമെന്നും MLA സതീഷ് കൃഷ്ണ സെയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 4:30 കൂടി ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുകയും അദ്ദേഹവും അതിനോടൊപ്പം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അതിനോടൊപ്പം നാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയാണെങ്കിൽ, ഒരു 5 മണിയോടുകൂടി പുറപ്പെടുകയാണെങ്കിൽ തന്നെ നാളെ രാവിലെ ആയിരിക്കും അർജുൻ്റെ വീട്ടിലെത്തുകയും മറ്റ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരികയും ചെയ്യുക. നിലവിൽ അർജുൻ്റെ വീട്ടുവളപ്പിൽ തന്നെ, അർജുനേറെ പ്രിയപ്പെട്ട അർജുൻ്റെ ആ പണി കഴിപ്പിച്ച വീട്ടുവളപ്പിൽ തന്നെയായി മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ചും ഇത്ര ദിവസം കഴിഞ്ഞാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു പൊതുദർശനം എല്ലാം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എത്രയും വേഗം സംസ്കാരം നടത്താനായിരിക്കും തീരുമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രഥമ വിവരം എന്ന് പറയുന്നത്. എന്തായാലും നാളെ രാവിലെയോടുകൂടി മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കും. കാളിദാസ്. ശരി അതുല്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ബന്ധുക്കൾ